അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സുഖവും സന്തോഷവും നൽകുമാറാകട്ടെ, ആമീൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ മാസങ്ങൾക്ക് മുമ്പ് കോഴിയെ വളർത്തിയാലുള്ള അതിൻ്റെ പുണ്യവും, പരിശുദ്ധ ഇസ്ലാമിൽ കോഴിയെ വളർത്തിയാൽ, ഇസ്ലാമിൻ്റെ വീക്ഷണപ്രകാരം കോഴിയെ വളർത്തിയാൽ അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ പുണ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പാർട്ട് 1 ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പാർട്ട് 2. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണ് കോഴിയെ സംബന്ധിച്ച്, കോഴി വളർത്തിയാലുള്ള കോഴിയെ സംബന്ധിച്ചുള്ള ഹദീസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സമഅതും സിയാഹ ദീഖത്തി ഫസ്അലുല്ലാഹ മിൻ ഫളിഹി ഫഇന്നഹാ റഅത് മലക്കൻ വഇദാ സമഅതും നഹീഖൽ ഹിമാരി ഫതഅവ്വദു ബില്ലാഹി മിനശ് ശൈത്വാൻ ഫഇന്നഹു റഅശ് ശൈത്വാൻ. റവാഹുൽ ബുഖാരി വ മുസ്ലിം. ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കോഴിയുടെ ഇദാ സമയത്തും സിയാഹദ്ദീഖത്തി, നിങ്ങൾ കോഴിയുടെ ശബ്ദം കേട്ടാൽ, ഫസ്അലുല്ലാഹ മിൻ ഫളിഹി, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ചോദിക്കണം. അള്ളാഹുവിൻ്റെ ഔദാര്യം നമുക്ക് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നാം ഔദാര്യത്തെ ചോദിക്കണം. ഫഇന്നഹാ റഅത് മലക്കൻ, ഈ കോഴിയുടെ ശബ്ദം എന്ന് പറയുമ്പോൾ കോഴി കൂകുന്ന ശബ്ദം, പൂവൻ കോഴിയാണല്ലോ കൂവൽ. അപ്പോൾ പൂവൻ കോഴി കൂകുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ, ആ ശബ്ദം ഉണ്ടാക്കുന്നത് എന്തിൻ്റെ കാരണത്തിനാലാണ്? ഫഇന്നഹാ റഅത് മലക്കൻ, അതൊരു മലക്കിനെ കണ്ടതിനാലാണ് ആ പൂവൻ കോഴി കൂകുന്നത്. അപ്പോൾ പൂവൻ കോഴി കൂകുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിന് നമുക്ക് ലഭിക്കാൻ വേണ്ടി ഔദാര്യത്തെ ചോദിക്കണം. വഇദാ സമഅതും നഹീഖൽ ഹിമാരി, നിങ്ങൾ കഴുതയുടെ അട്ടഹാസം കേട്ടുകഴിഞ്ഞാൽ, ഫതഅവ്വദു ബില്ലാഹി മിനശ് ശൈത്വാൻ, ശൈത്വാനിൽ നിന്ന് നിങ്ങൾ കാവലിനെ ചോദിക്കണം. അള്ളാഹുവിനോട് ശൈത്വാനിൽ നിന്ന് നിങ്ങൾ കാവലിനെ ചോദിക്കണം. ഫഇന്നഹു റഅശ് ശൈത്വാൻ, ഈ കഴുത അട്ടഹസിക്കുന്നത് അത് ശൈത്വാനെ കണ്ടിട്ടാണ്. അപ്പോൾ ഈ ഹദീസിൽ പറയുന്നത്, കോഴി കൂകുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ ചോദിക്കണം. എന്നാൽ അതുപോലെ തന്നെ കഴുത അട്ടഹസിക്കുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ശൈത്വാൻ്റെ ഷർറിൽ നിന്ന് നാം അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. അപ്പോൾ ഈ കോഴി കൂകുന്നത് മലക്കിനെ കണ്ടിട്ടാണ്, എന്നാൽ കഴുത അട്ടഹസിക്കുന്നത് ശൈത്വാനെ കണ്ടിട്ടുമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, അദ്ദീഖുൽ അബ്യദ് സദീഖി വഅദുവ്വുശ് ശൈത്വാൻ യഹ്റുസ്സു സാഹിബഹു വസബഉ ദൗരി ഖൽഫിഹി ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദീഖുൽ അബ്യദ് സദീഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വെളുത്ത പൂവൻ കോഴി അത് എൻ്റെ കൂട്ടുകാരനാണ്.
വഅദുവ്വി ഷൈത്വാൻ, ഷൈത്വാനിൻ്റെ ശത്രുവുമാണ്. എന്താ കാരണം? അത് ഈ നിസ്കാരത്തെ, അത് ഞാൻ മുമ്പത്തെ ഒന്നാമത്തെ പാട്ടിൽ പറഞ്ഞിരുന്നു. നിസ്കാരത്തെ സുബ്ഹിൻ്റെ സമയത്ത് പൂവൻ കോഴി കൂവുന്നു. അത് ഒരു മലക്കിനെ കണ്ടിട്ടാണ്. അപ്പോൾ ഈ കൂവുന്നത് ആ വീട്ടിലുള്ള ആളുകളെ നിസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തുകയാണ്. അപ്പോൾ കോഴി ബർക്കത്തുള്ള ഒരു ജീവിയാണ്. അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തുന്നു എന്ന കാരണത്താൽ അത് ഷെയ്ത്വാനിക്ക് ഇഷ്ടപ്പെടുകയില്ല. കാരണം നിസ്കരിക്കുക എന്നുള്ളത്, ഒരു മുഅ്മിൻ നിസ്കരിക്കുക എന്നുള്ളത് ഷെയ്ത്വാൻ ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഷെയ്ത്വാൻ്റെ ശത്രുവാണ് കോഴി. കാരണം നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തുന്ന കോഴി സുബ്ഹിൻ്റെ സമയത്ത് അത് കൂവി ജനങ്ങളെ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തുന്നു. ഈ പ്രവർത്തനം ചെയ്യുന്ന ഈ കോഴിയോട് നിസ്കരിക്കരുത് എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്ന ഷെയ്ത്വാൻ, ആ ഷെയ്ത്വാൻ്റെ ശത്രുവാണ് ഈ പൂവൻ കോഴി. അതുകൊണ്ട് തന്നെ അദ്ദീഖുൽ അബിയദു സദീഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ കാരണത്തിനാണ്. വെളുത്ത പൂവൻ കോഴി എൻ്റെ കൂട്ടുകാരനാണ് എന്ന്. ഇവിടെ വെളുത്ത പൂവൻ കോഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗമാണെങ്കിലും പൂവൻ കോഴികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം അത് നിസ്കരിക്കാൻ വേണ്ടി ആളുകളെ വിളിച്ചുണർത്തുന്നു. അതുകൊണ്ട് തന്നെ മാത്രവുമല്ല, അത് ഷെയ്ത്വാനിൻ്റെ ശത്രു കൂടിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെളുത്ത പൂവൻ കോഴി അല്ലെങ്കിൽ വെളുത്ത പൂവൻ കോഴി എൻ്റെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഹ്റുസു സാഹിബുഹു. അതെന്താണ് പറയുന്നത്? അത് യഹ്റുസു സാഹിബുഹു, ആ കോഴി വളർത്തുന്ന ആ വീട്ടുകാരൻ്റെ ഉടമസ്ഥന്, അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക്, അതിനെ പരിപാലിക്കുന്ന വീട്ടുകാർക്ക്, അതില്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന് എന്താണ്? കാവലാണ് എന്നാണ്. ആ വീട്ടുകാരന് കാവലാണ്, വീട്ടുകാർക്ക് കാവലാണ് ആ കോഴി. മാത്രവുമല്ല, വസബു ദൗരി ഖൽഫിഹി, ആ വീടിൻ്റെ 7 അയലക്കാർ, അവർക്കും ഈ കോഴി കാവലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് കോഴിയെ വളർത്താൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. വളരെയധികം പുണ്യമുള്ളതും ബറക്കത്തുള്ള ജീവിയുമാണ് കോഴി എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹായ കർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ സലാമത്തിലാക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു പാകപ്പിഴവുകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാകട്ടെ. ലോക വിജയികളിൽ അല്ലാഹു നമ്മയും ബന്ധപ്പെട്ടതിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമുക്ക് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, മറ്റു നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് സഹായിച്ചവർ, സഹകരിച്ചവർ, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടി, റാഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ജീവിച്ച് അല്ലാഹുവിൻ്റെ ത്വാഅത്തിലായി ജീവിച്ച് മരിക്കൽ ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ പകലിലോ ആയിട്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ പല പ്രാവശ്യം ചെയ്യാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, ഉറ്റവരുടേവർ, എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉറ്റവരുടെയും ബന്ധപ്പെട്ടവരുടെയും ഉസ്താദുമാരുടെയും മാതാപിതാക്കളുടെയും എല്ലാ മക്കളുടെയും എല്ലാവരുടെയും, നമ്മുടെ ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ട് എല്ലാവരുടെയും
രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും മരണപ്പെട്ടു പോയവരുടെ എല്ലാവരുടെയും ബർസഖിയ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. പരലോകം വിജയിപ്പിക്കുമാറാകട്ടെ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഈ ഭാഗത്തിൽ അല്ലാഹു നമ്മെയും ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈമാൻ സലാമത്തിലാക്കി തരുമാറാകട്ടെ. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ആപത്ത്, ബല, മുസീബത്ത്, അപകടങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങളെ തൊട്ടും എല്ലാവിധ പൈശാചിക ഷർറുകളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ശരീരങ്ങളിൽ, ബന്ധപ്പെട്ടവരുടെ ശരീരങ്ങളിൽ മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം നശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ജോലികളിലും സമ്പത്തുകളിലും ഭാര്യയിലും മക്കളിലും മാതാപിതാക്കളിലും നമ്മുടെ ഉസ്താദുമാരിലും ശിഷ്യന്മാരിലും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഈമാൻ സലാമത്തിലാക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ നിർത്തുന്നു. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.